السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. قال نبينا رسول الله صلى الله عليه وسلم: إذا جاء رمضان فتحت أبواب الجنة وغلقت أبواب النار وصفدت الشياطين. 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപനമുണ്ട്. ഇദാ ജാ റമദാൻ, 2 മാസമായിട്ട് റജബിലും ശഅബാനിലും ലോകത്തുള്ള സകല മുഅ്മിനീങ്ങളും നിരന്തരമായിട്ട് അല്ലാഹുവിനോട് അല്ലാഹുമ്മ ബല്ലിഗ്നാ ശഹ്റ റമദാൻ എന്ന് പ്രാർത്ഥിച്ചതിന്റെ പ്രതിഫലമായിട്ട് അല്ലാഹുവിനോട് ആകാംക്ഷയോട് കൂടി ദുആ ചെയ്തതിന്റെ പ്രതിഫലമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യ റമദാൻ എത്തിച്ചു കഴിഞ്ഞാൽ, പുണ്യ റമദാൻ ആഗതമായാൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്: ഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നതാണ്. വഗുല്ലിഖത് അബ്വാബുൻ നാർ, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്നതാണ്. വസുഫിദത്തി ശയാത്തീൻ, ശൈത്വാന് ജിന്നുവർഗ്ഗങ്ങളെ ജനങ്ങളെ തിന്മയിലേക്ക് നയിക്കുന്ന, അവരെ നന്മയുടെ പാതയിൽ നിന്നും പിന്നോട്ട് വലിക്കുന്ന ശൈത്വാന് ജിന്നുവർഗ്ഗങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യ റമദാൻ ആഗതമാകുന്നതോട് കൂടി കെട്ടിയിടുന്നതാണ്. ഇനി എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ നാം നമുക്ക് ചുറ്റുമൊന്ന് നിരീക്ഷിച്ചു നോക്കിയാൽ പുണ്യ റമദാൻ മാസമായിട്ട് പോലും, ശൈത്വാനെ കെട്ടിയിടുന്ന മാസമായിട്ട് പോലും തെറ്റുകൾക്ക് എന്തേ ഒരു കുറവില്ലാത്തത്? അതിന് മറുപടിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ കലാമിലൂടെ പറയുന്നില്ലേ: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂഅ്. നമ്മുടെ സ്വന്തം ശരീരം തന്നെ, നമ്മുടെ സ്വശരീരം തന്നെ നമ്മളോട് നിരന്തരമായി തെറ്റിന് വേണ്ടി കൽപ്പിച്ചുകൊണ്ടിരിക്കും. നമുക്ക് നിരന്തരമായി തെറ്റിന് വേണ്ടി പ്രേരണ നൽകിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പുണ്യ റമദാൻ മാസമായിട്ട് പോലും നമ്മളിൽ തെറ്റുകൾ വന്നു പോകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം നിരന്തരമായിട്ട് അല്ലാഹുവിനോട് നഫ്സിനാൽ വരുന്ന എല്ലാവിധ ശർറുകളിൽ നിന്നും കാവൽ ചോദിച്ചുകൊണ്ടിരിക്കണം. ഒരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചിട്ട് മലക്കുകളോട് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാമിനെ മലക്കുകളോട് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ ഇബ്ലീസിന്റെ മനസ്സിൽ കിബ്ർ ഉണ്ടാക്കി കൊടുത്തത്, ഇബ്ലീസിനെ പിഴപ്പിച്ചത് പോലും ഇബ്ലീസിന്റെ നഫ്സാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നഫ്സിനാൽ വരുന്ന എല്ലാവിധ ശർറുകളിലും നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ മേൽ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയത്? വെറും ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണോ നോമ്പ്? ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് തന്നെ കേടാണ്. അല്ലാഹു തന്റെ ഖുർആനിലൂടെ പറയുന്നുണ്ട്: വലാ തുൽഖൂ ബിഅയ്ദീകും ഇലാ തഹ്ലുക, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ തന്നെ നശിപ്പിക്കരുത്. പിന്നെ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യ റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി തന്റെ അടിമകളോട് കൽപ്പിച്ചിരിക്കുന്നത്? അല്ലാഹു തന്റെ കലാമിലൂടെ പറയുന്നില്ലേ: കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങളുടെ മേൽ നാം നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത് അത് മറ്റൊന്നുമല്ല, കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുമ്പുള്ള ആളുകളുടെ മേൽ നിർബന്ധമാക്കിയതുപോലെ തന്നെ ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഭക്ഷണം വെടിയുക എന്നുള്ളത് മാത്രമല്ല നോമ്പ്. നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ കണ്ണിന് നോമ്പാണ്, നമ്മുടെ കാതിന് നോമ്പാണ്, നമ്മുടെ മറ്റു അവയവങ്ങൾക്കെല്ലാം നോമ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയോട് കൂടി നോമ്പ് അനുഷ്ഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ തഖ്വയില്ലാതെ നോമ്പ് അനുഷ്ഠിക്കുന്നവർക്കുള്ള പ്രതിഫലം എന്താണ്? അത് എത്ര ഗൗരവമേറിയതാണ്. നബി തങ്ങൾ പറയുന്നില്ലേ: ഖമ്മിൻ സ്വായിമിൻ, എത്രയെത്ര നോമ്പുകാരാണ് മണിക്കൂറുകളോളം കഷ്ടപ്പെട്ട് നോമ്പ് അനുഷ്ഠിക്കുന്നത്. കഷ്ടപ്പെട്ട് വിശപ്പ് സഹിച്ചിട്ട് എത്രയെത്ര ആളുകളാണ് നോമ്പെടുക്കുന്നത്. എന്നാൽ അവർക്കുള്ള പ്രതിഫലം എന്താണ്? ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ, അവർക്കുള്ള പ്രതിഫലം എന്നുള്ളത് അവരുടെ വിശപ്പ് മാത്രമാണ്. അവർക്ക് സഹിക്കേണ്ടി വരുന്നത് അവരുടെ വിശപ്പ് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അവസാനമായിട്ടൊരു ചരിത്രം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുത്ബക്ക് വേണ്ടിയിട്ട് മെഹ്റാബ് മേലെ കയറുകയാണ്. അങ്ങനെ ഖുത്ബക്ക് തൊട്ട് മുമ്പായിട്ട് നബി തങ്ങൾ ഒരു 3 ആമീൻ പറയുകയാണ്. സ്വഹാബാക്കൾക്കൊന്നും മനസ്സിലായില്ല എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ 3 ആമീൻ പറഞ്ഞതെന്ന്. അപ്പോൾ സ്വഹാബാക്കൾ ഖുത്ബ കഴിഞ്ഞ നബി തങ്ങളോട് പോയിട്ട് ചോദിച്ചു:
ഓ മുത്തുനബിയെ താങ്കൾ എന്തിനാണ് അങ്ങനെ 3 ആമീൻ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായില്ല നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബാക്കൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഓ സ്വഹാബ, ഞാൻ ഇന്ന് ഖുത്ബക്ക് വേണ്ടിയിട്ട് മെഹ്റാബിന്മേൽ കയറിയപ്പോൾ എൻ്റെ അടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 3 കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ആ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആമീൻ പറഞ്ഞത് സ്വഹാബ എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒന്നാമതായിട്ട് എന്നോട് വന്ന് ജിബ്രീൽ ദുആ ചെയ്തതെന്ന് അറിയുമോ? ഓ മുത്തുനബിയെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ ജീവിതത്തിലേക്ക് തന്റെ മാതാപിതാക്കളെ വാർദ്ധക്യത്തിൽ കൊടുത്തു. തന്റെ മാതാപിതാക്കളെ വാർദ്ധക്യത്തിൽ ലഭിക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്, വലിയ ഭാഗ്യമുള്ള കാര്യമാണ്. കാരണം എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നില്ലേ, അങ്ങനെ ഒരാൾക്ക് തന്റെ മാതാപിതാക്കളെ ലഭിക്കുകയും വാർദ്ധക്യത്തിൽ ലഭിച്ചിട്ട് അവർക്ക് ഗുണം ചെയ്യുകയും അവരുടെ പ്രീതി നേടിക്കൊണ്ട് മരിക്കാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്താൽ അത് വളരെ വലിയ ഭാഗ്യമുള്ള കാര്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നാളെ കണ്ടുവച്ചിരിക്കുന്നത് അവന്റെ സ്വർഗ്ഗമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു. തന്റെ മാതാപിതാക്കളെ വാർദ്ധക്യത്തിൽ ലഭിച്ചിട്ടും അവർക്ക് ഗുണം ചെയ്യാതെ അല്ലാഹുവിന്റെ സ്വർഗ്ഗം നേടാത്ത ഒരാൾ, അല്ലാഹുവിന്റെ ലഅനത്ത് അവന്റെ മേൽ ഇറങ്ങട്ടെ. നബി തങ്ങൾ ആമീൻ പറഞ്ഞു. രണ്ടാമതായിട്ട് ജിബ്രീൽ ദുആ ചെയ്യുന്നുണ്ട്. ഓ മുത്തുനബിയെ, താങ്കളുടെ പരിശുദ്ധമാകുന്ന മുഹമ്മദ് എന്നുള്ള പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനെ അവന്റെ മേൽ അല്ലാഹുവിന്റെ ലഅനത്ത് ഇറങ്ങട്ടെ. നബി തങ്ങളുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് വളരെ വലിയ പുണ്യമുള്ള കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അൽ ബഖീലു മൻ ദുകിറതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, എന്റെ പേര് കേട്ടിട്ട് എന്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവനാണ് ലോകത്തുള്ള സകലരിൽ വെച്ച് ഏറ്റവും വലിയ പിശുക്കൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമീൻ പറയുകയും ചെയ്തു. മൂന്നാമതായിട്ട് എന്നോട് വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തൊരു ദുആ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഓ മുത്തുനബിയെ, ഒരാളുടെ ജീവിതത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനിന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യമാകുന്ന പുണ്യ റമദാൻ എന്ന ബോണസ് പോയിന്റ് ഒരാൾക്ക് കനിഞ്ഞു നൽകി. എന്നിട്ടും അവൻ അല്ലാഹുവിന്റെ റഹ്മത്തിനെ തേടിയില്ല. അത്രയ്ക്കും വലിയ അവസരം ഉണ്ടായിട്ടും അവൻ അല്ലാഹുവിന്റെ നരകമോചനം തേടിയില്ല. അവൻ അവന്റെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി അല്ലാഹുവിനോട് ചോദിച്ചില്ല. അങ്ങനെ അവന്റെ റമദാനും അവന്റെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോയാൽ, അവന്റെ പാപങ്ങളൊന്നും പൊറുക്കപ്പെടാതെ അവന്റെ ജീവിതത്തിൽ നിന്നും പുണ്യറമദാനും കഴിഞ്ഞു പോയാൽ അവനേക്കാൾ വലിയ മറ്റൊരു നിർഭാഗ്യവാനുണ്ടോ നബിയെ? അവന്റെ മേൽ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ശിക്ഷയും അനാമത്തും ഉണ്ടാകട്ടെ, നരകത്തിൽ കൂപ്പുകുത്തി വീഴട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു വന്നു. അതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമീൻ പറഞ്ഞു എന്നും ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം റമദാനിലെ പുണ്യങ്ങളെല്ലാം പഠിച്ച് അവ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തന്റെ റഹ്മത്തിന്റെ നോട്ടം കനിഞ്ഞു നൽകിയ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുണ്യമാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് പുറത്തു നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ നരകത്തിൽ നിന്നും മോചനം നൽകുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളിൽ നിന്നും വഫാത്തായി പോയവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിനെ വിശാലത നൽകുമാറാകട്ടെ. പുണ്യമാസത്തിന്റെ ബറക്കത്ത് നമ്മളുടെയും അവരുടെയും എല്ലാം പാപങ്ങൾ പുറത്തു നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തവരുണ്ട്. ധാരാളം ആളുകൾ സങ്കടം പറയുന്നവരുണ്ട്, പ്രയാസങ്ങൾ സഹിക്കുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ എല്ലാ മുറാദുകളും ഹസലാക്കി കൊടുക്കുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ കടങ്ങളും വീട്ടാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ രോഗങ്ങൾക്കും ശിഫ നൽകുമാറാകട്ടെ. നിങ്ങളോട് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله تعالى وبركاته.